തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീടിന് മുന്നിൽ നിന്നും രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, വീട്ടിലിപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇതിനോടകം? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ രാജീവരുടെ വീട്ടിലുണ്ട്. ഇതിന് ചുറ്റുമാണ് താഴമൺമഠത്തിലെ വിവിധ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നതും ധാരാളം അവരുടെ ബന്ധുക്കളും അഭിഭാഷകരും അടക്കം ധാരാളം ആളുകൾ ഇടയ്ക്ക് ഇവിടെ വന്നു പോകുന്നുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ, അതായത് രാജീവര് ശബരിമലയിലെ മാത്രം തന്ത്രിയല്ല, അദ്ദേഹത്തിന് കേരളത്തിനകത്തും പുറത്തുമായി നൂറുകണക്കിന് ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലയുണ്ട്. ആ ക്ഷേത്രങ്ങളിലേക്ക് ചില ആളുകൾ ഇവിടെ വന്ന് പോകുന്നുമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന അല്പസമയത്തിനകം BJP ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇവരോട് സംസാരിച്ചിരുന്നു. കാരണം SIT ഉദ്യോഗസ്ഥർ വിളിച്ചത് മൊഴിയിൽ ഒപ്പിടാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യമാണ് രാജീവരോട് പറഞ്ഞിരുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അഭിഭാഷകരോടൊക്കെ ചോദിക്കാതെ അല്ലെങ്കിൽ മുൻകൂട്ടി അഭിഭാഷകരെ ഒന്നും ചുമതലപ്പെടുത്താതെയാണ് അദ്ദേഹം പോയത്. അതിൻ്റെ ഒരു ഞെട്ടൽ ആ കുടുംബത്തിനുണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ തന്ത്രിയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. SIT പറയുന്നത് അങ്ങനെയാണ്. സാമ്പത്തിക ഇടപാടുകളുണ്ട് രണ്ടുപേരും തമ്മിൽ. വർഷങ്ങൾക്ക് മുൻപ് 2007 മുതൽ ബന്ധമുണ്ട്. ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ പോറ്റി ജോലി ചെയ്തിരുന്ന സമയം മുതലാണ് അവിടെ തന്ത്രിയായി പ്രവർത്തിച്ച കണ്ഠര രാജീവരുമായും അടുപ്പമുള്ളത്. അന്ന് തുടങ്ങിയ ബന്ധമാണ്. എങ്ങനെയാണ് ശബരിമലയിലേക്ക് പോറ്റി വന്നത് എന്ന് അറിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. എങ്കിലും അതിനൊക്കെ വിരുദ്ധമായി ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാവാതെ ഈ കാര്യങ്ങൾ കണ്ഠര രാജീവരെ വെളിപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. രഘുനാഥ് നാരായണനാണ് വിശദ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രഘു, പറയൂ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ BJP ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി ഇവിടെ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മുൻകൂട്ടി അദ്ദേഹം അറിയിച്ചിരുന്നു. സ്വാഭാവികമായി തന്നെ ഈ വിശ്വാസപരമായി അല്ലെങ്കിൽ ശബരിമലയുമായി വിശ്വാസമുള്ള ആളുകൾക്കൊക്കെ വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് രാജീവർ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത് കർണാടകയിലെ ഒരു ക്ഷേത്രത്തിൽ രാജീവർക്ക് താന്ത്രിക ചുമതലയുണ്ടായിരുന്നു. അവിടെ മേൽശാന്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്ന് അവിടെ എത്തിയപ്പോൾ വളരെ കാര്യമായ രീതിയിൽ പൂജകളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വിശ്വാസം പിടിച്ചു പറ്റിയതിൻ്റെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അദ്ദേഹം ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു ഗൂഢാലോചനയിൽ ഒരിക്കലും പങ്കാളി ആയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, ഈ തന്ത്രി ആദ്യം മുതൽ തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന വീട്ടിൽ വെച്ച് തന്ത്രി കണ്ഠരര് ആദ്യമായും അവസാനമായും മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളുടെ അവകാശം തന്ത്രിക്കല്ല, അതിൻ്റെ ഒന്നുകിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രങ്ങളുടെ ഉത്തരവാദിത്വം അതിൻ്റെ കസ്റ്റോഡിയനും എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. പ്രൈവറ്റ് ക്ഷേത്രങ്ങളുടേത് ആ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റിനാണുള്ളത്. മറിച്ച് അവിടുത്തെ പൂജാവിധി പ്രകാരമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ചുമതലയുള്ളത്. അക്കാര്യങ്ങൾ മാത്രമേ തന്ത്രി ചെയ്യാറുമുള്ളൂ. സ്വാഭാവികമായി തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോ ഒക്കെ നടക്കുമ്പോൾ തന്ത്രിയോട് അനുജ്ഞ, ദേവൻ്റെ ഹിതം ചോദിക്കാറുണ്ട്. അതൊരു താന്ത്രിക വിധി പ്രകാരം അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യമാണ്. അതിനപ്പുറം ഇത് ആർക്കാണ് കൈമാറുന്നത്, എന്തിനു വേണ്ടിയാണ് കൈമാറുന്നത്, എന്താണ് ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ സ്പോൺസർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട ബാധ്യത അല്ലെങ്കിൽ അറിയേണ്ട ഉത്തരവാദിത്വം തന്ത്രിക്കില്ല എന്നുള്ളതാണ് അവരുടെ വാദം. കോടതിയിലും ഈ വാദമായിരിക്കും. അങ്ങനെയൊന്നും അറിയേണ്ടതില്ല എങ്കിലും അറിയുന്ന ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അത് അറിയിക്കേണ്ടടുത്ത് അറിയിക്കാനോ ഒക്കെയുള്ള ഉത്തരവാദിത്വം കൂടി തന്ത്രിക്കുണ്ട്. രക്ഷാകർതൃ സ്ഥാനത്താണ് ഉള്ളത്. ഒട്ടേറെ വിശ്വാസികളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ കൂടിയല്ലേ തന്ത്രി പെരുമാറിയത് അതിലൂടെ എന്നതും ചിന്തിക്കുന്നത് നന്നായിരിക്കും. രഘുനാഥ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.